നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര. 2 MLA-മാർ നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ വിധി ആർക്കൊപ്പമാണെന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. എന്നാൽ ഇപ്പോഴിതാ വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് വിജയം പ്രവചിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ റാഷിദ് CP. നേരത്തെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ച് പ്രശംസ നേടിയ ആളാണ് റാഷിദ്. വടകരയിൽ ഷാഫി പറമ്പിലിന് 88,500 മുതൽ 1,14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് റാഷിദ് പ്രവചിക്കുന്നത്. ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നില്ല. ടീച്ചറമ്മ വിളി പോലും പാർട്ടി സർക്കിളിന് അപ്പുറം വലിയ രീതിയിൽ ഏശിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മട്ടന്നൂരിലെ വലിയ വിജയത്തിന് ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു എന്നും റാഷിദ് അഭിപ്രായപ്പെടുന്നു. വോട്ടിംഗ് ശതമാനം അടക്കമുള്ള CP റാഷിദിൻ്റെ പ്രവചനം ഇപ്രകാരമാണ്: UDF 48.5 മുതൽ 53.5% വോട്ടുകൾ നേടും. LDF 40.5 മുതൽ 44% വരെ. BJP 6 മുതൽ 9.5% വരെ വോട്ട് നേടുമെന്ന് റാഷിദ് പറയുന്നു. ഷാഫി പറമ്പിൽ 88,500 മുതൽ 1,14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. വടകരയുടെ നിയുക്ത യുവ MP-ക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് റാഷിദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നില്ല. ടീച്ചറമ്മ വിളി പോലും പാർട്ടി സർക്കിളിനപ്പുറം വലിയ രീതിയിൽ ഏശിയിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മട്ടന്നൂരിലെ വലിയ വിജയത്തിന് ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു എന്നും റാഷിദ് പറയുന്നു. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് 71.16% പോളിംഗാണ് നടന്നത്. നിലവിൽ വടകരയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്, 78.08. ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ്, 63.35% പത്തനംതിട്ടയിലെ പോളിംഗ്. വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടും കൂടി വരുമ്പോൾ പോളിംഗ് ശതമാനം ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ്, 76.92%. വടകര കൂടാതെ വടക്കൻ ജില്ലകളായ കാസർഗോഡും കോഴിക്കോട്ടുമെല്ലാം പോളിംഗ് ശതമാനം 75 കടന്നു. പത്തനംതിട്ട കൂടാതെ തെക്കൻ മണ്ഡലങ്ങളായ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര എന്നിവിടങ്ങളിൽ പോളിംഗ് ശതമാനം 70 കടന്നില്ല. 1,65,205 പേരാണ് വീട്ടിൽ വോട്ട് ചെയ്തവർ. 39,111 പേർ പോസ്റ്റൽ വോട്ട് ചെയ്തു. രണ്ടും കൂട്ടിയാലുള്ള 2 ലക്ഷത്തിലേറെ വോട്ടുകൾ കൂടി വരുമ്പോൾ പോളിംഗ് ശതമാനം അല്പം കൂടി ഉയരും എന്ന കാര്യം ഉറപ്പാണ്.